നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിൽക്കാലത്ത് ഏറെ ആദരിച്ചിരുന്ന, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യങ്ങൾ അന്വേഷിച്ചിരുന്ന, വല്ല താല്പര്യവും താങ്കൾക്കുണ്ടോ എന്ന് അടിക്കടി ചോദിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു. ഇബ്നു ഉമ്മി മക്തൂം നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ മദീനയിൽ ബാങ്കിയാക്കി. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ 2 തവണ മസ്ജിദുൻ നബവിയിൽ തൻ്റെ പ്രതിനിധിയായി ജനങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ നിശ്ചയിച്ചു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പ് മിസ്അബ് ബിൻ ഉമൈറിനെ മദീനയിലേക്ക് ആളുകൾക്ക് പഠിപ്പിക്കാൻ നിയോഗിച്ചപ്പോൾ അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂമിനെ മദീനയിലേക്ക് മിസ്അബിനോടൊപ്പം ആളുകളെ പഠിപ്പിക്കാൻ നിയോഗിച്ചു. ഇങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും ഭാരിച്ച ബാധ്യതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ച് നിയോഗിച്ച ഒരു മഹാനാണ് അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു. ബനു മഖ്സൂം കുടുംബക്കാരൻ. അദ്ദേഹം ജന്മന കാഴ്ചയില്ലാത്ത സഹാബിയായിരുന്നു. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഹല്ലക മിൻ ഹാജത്തി, താങ്കൾക്ക് വല്ല ആവശ്യമുണ്ടോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് വളരെ വിനയപുരസ്സരാണ്. താങ്കൾക്ക് വല്ല ആവശ്യമുണ്ടോ? ഹൽ തുരീദു മിൻ ഷൈഇൻ, താങ്കൾക്ക് വല്ലതും ഉദ്ദേശമുണ്ടോ? എല്ലാവരുടെയും കൂടെ അദ്ദേഹം ഇരുന്ന് പിന്നെ സദസ്സ് പിരിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വേറെ വിളിച്ച് ചോദിക്കും, ഹല്ലക മിൻ ഹാജത്തിൻ തുരീദുഹ, താങ്കൾക്ക് വീട്ടാൻ നിർവഹിക്കപ്പെടാൻ വല്ല ആവശ്യമുണ്ടോ? പോകുമ്പോൾ എല്ലാവരും പോകുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കുന്നതാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഇങ്ങനെ പ്രത്യേകം അദ്ദേഹത്തെ ആവർത്തിച്ച് ചോദിച്ച് ഇങ്ങനെ ആവശ്യങ്ങൾ വീട്ടാനോ ചോദിക്കണേ? അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് ഗുണദോഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഒരു ചരിത്രം പിൽക്കാലത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഉത്ബ ഇബ്നു റബീഅയും അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബും അബൂജഹൽ അംർ ഇബ്നു ഹിഷാമും ഒക്കെ കൂടിയ ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ഹിദായത്തിലാകണമെന്ന അമിത താല്പര്യത്തിൽ അവരെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കെ അവിടേക്ക് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം കടന്നു വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരോടുള്ള സംസാരത്തിൽ വ്യാപൃതമായിരിക്കെ വന്നിട്ട് പറഞ്ഞു, അല്ലിംനി മിമ്മ അല്ലമകല്ലാഹ് യാ റസൂലല്ലാഹ്, റസൂലേ താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ചത് നിങ്ങൾ എനിക്കും പഠിപ്പിച്ചു തരൂ. ചില റിപ്പോർട്ടുകളിൽ അതൊരായത്ത് പഠിപ്പിച്ചു തരൂ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ദഅവത്തിലായിരിക്കെ ഇദ്ദേഹം കാഴ്ചയില്ല, അപ്പോൾ നബിയെ കാണുന്നില്ല, സദസ്സ് കാണുന്നില്ല. അല്ലിംനി ശൈഅൻ മിമ്മ അല്ലമകല്ലാഹ് എന്ന് പറഞ്ഞ് വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരോടുള്ള ദഅവത്തിൽ ഇവർ ഹിദായത്തിലാകണമെന്നുള്ള അമിതമായ താല്പര്യത്തിൽ തുടരവേ ഇദ്ദേഹം ഇത് ആവർത്തിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിൽ ഒരു വിഷമം, അത് മുഖത്ത് നിഴലിച്ചു. തിരുനബിയുടെ നെറ്റിയുടെ മധ്യഭാഗം ചുളിഞ്ഞു ഈ ഒരു അനിഷ്ടത്തിൽ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിലാണ് അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും ശരിയിലേക്ക് മാർഗം കാണിച്ചും ഗുണദോഷിച്ചും ആയത്തിറക്കുകയുണ്ടായത്. അത് ഈ അൽ അഅമ ഈ അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു. അമ്മാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദ എന്ന് തുടങ്ങിയിട്ട് പറഞ്ഞത് സ്വയം പര്യാപ്തനും താനെന്ന് ധരിക്കുകയും ചെയ്തവന് നിങ്ങൾ പ്രാധാന്യത്തിൽ മുഖം കൊടുക്കുന്നു എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് ഈ അബൂജഹലിൻ്റെയും അന്ന് ഉത്ബ ഇബ്നു റബീഅയുടെയും അബ്ബാസിൻ്റെയും ഒക്കെ വിഷയത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗുണദോഷിച്ചതിൽ പിന്നെ ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരൻ എവിടെ നബിയെ കാണുമോ അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ ആരുടെ വിഷയത്തിൽ ആക്ഷേപിച്ചോ ഗുണദോഷിച്ചോ അവന് സ്വാഗതം, അയാൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇബ്നു ഉമ്മി മക്തൂമിനെ സ്വീകരിച്ചിരുന്നത് എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നിടത്തേക്ക് അദ്ദേഹത്തെ ഇരുത്തുമായിരുന്നു എന്നാണ്, സ്വീകരിച്ചിരുത്തുമായിരുന്നു എന്നാണ്. എന്നിട്ട് ചോദിക്കും, അലക ഹാജ, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? ഹൽ തുരീദു മിൻ ഷൈഇൻ, നിങ്ങൾക്ക് വല്ലതും ഉദ്ദേശമുണ്ടോ? ആളുകളൊക്കെ കൂടിയിരുന്ന് സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ ഇബ്നു ഉമ്മി മക്തൂം പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം വിളിച്ചിട്ട് ചോദിക്കും എന്നാണ്, ഹല്ലക മിൻ ഹാജത്തിൻ തുരീദു, താങ്കൾ വല്ലത് ഉദ്ദേശവും മനസ്സിൽ വെച്ചിട്ടുണ്ടോ പറയൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബ്ദുള്ള ഇബ്നു ഉമ്മി മക്തൂം
എന്ന മഹാനെ പരിഗണിച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, അതേപോലെ അന്നത്തെ ആ ഒരു ഗുണദോഷിക്കൽ ഈ ഒരു കാഴ്ചയില്ലാത്ത വ്യക്തിയുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കാരണത്താൽ ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നു.